വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെളിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനെ, എന്നോടു കിന്നാരം പറഞ്ഞവനെ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെളിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനെ, എന്നോടു കിന്നാരം പറഞ്ഞവനെ. ഹായ് ഹായ്, വെൽക്കം ടു മലബാർ മസാല. ഇത് പൊന്നമ്മ ബാബു, ഇത് രാജേഷ് കപ്പാർ. ചേച്ചി ഓ, കുളിക്കാൻ പോയപ്പോ ആരാ കിന്നാരം പറഞ്ഞു? ആര്? അല്ല, കുളിക്കാൻ പോകുമ്പോ ആരൊക്കെ കിന്നാരം പറഞ്ഞവനെ പറഞ്ഞു. സത്യം പറയാം, ബാബു ചേട്ടൻ അല്ലാണ്ട് വേറെ ആരാ കിന്നാരം പറഞ്ഞു? ആരുമില്ല. പിന്നെ അവിടെ ഇങ്ങനെ നോക്കി എന്തൊക്കെയോ പറയണ്ടായിരുന്നു. എവിടെ? അവിടെയോ? ഷേടാ, അവിടെ ആരുമില്ല. ഞാൻ എന്താ പറയാ, ചന്ദ്രനെയൊക്കെ നോക്കി, എന്താ പറയാ, പ്രകൃതിയൊക്കെ നോക്കി പാടിയതാ. സർ, ചേച്ചി പൂർണ്ണചന്ദ്രൻ ഇവിടെ നിൽക്കല്ലേ, പാടിക്കോളൂ. ഇനി അടുത്ത് നോക്കി പാടാം. ഓക്കെ ചേച്ചി. അപ്പൊ ഏതായാലും ചേച്ചി, ഇന്നൊരു സന്തോഷമുള്ള ദിവസം തന്നെയാണ്. വീണ്ടും ഇമെയിൽസ് വന്നിരിക്കുന്നു. അപ്പോ മലബാർ മസാല @gmail.com ഇമെയിൽസ് ഇങ്ങനെ വരാൻ തുടങ്ങിയിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം നമുക്ക് രണ്ടുപേർക്കും. അപ്പോ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഇമെയിൽ നമുക്ക് വായിച്ചാലോ? തീർച്ചയായും. പിന്നെ വായിക്കല്ലേ? ഇങ്ങനെ കേൾക്കാൻ കൊതിയായിട്ടിരിക്കുവോ ഞാൻ. ഇത് അയച്ചിരിക്കുന്നത് അശ്വതി വാര്യർ. അശ്വതി വാര്യർ. പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി, ഐ ആം യുവർ ബിഗ് ഫാൻ. ഉണ്ടാക്കുന്ന റെസിപ്പീസ് കാര്യം പിന്നെ പറയേ വേണ്ട. അങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പീസിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. സൂപ്പർ ആണ്. താങ്ക് യു രാജേഷ് ചേട്ടാ. ഞാൻ എന്നെ വിളിച്ചു. ചേട്ടനെ ഞാൻ മറന്നിട്ടില്ല. താങ്ക് യു വെരി മച്ച്. സമാധാനായി. പക്ഷേ ചേട്ടൻ പറയുന്നത് പോലെ മലബാർ മസാലയുടെ ക്വീൻ ആണല്ലോ പൊന്നമ്മ ചേച്ചി. സോ അതാണ് ആദ്യം അഭിസംബോധന ചെയ്തത്. അപ്പൊ ഓക്കെ കേട്ടോ, ഇത് ക്വീൻ തന്നെയാണ്. ആദ്യം പൊന്നമ്മ ചേച്ചി എന്നെ പറഞ്ഞോളൂ, പിന്നെ എന്നെ വിളിച്ചുവല്ലോ, അത് മതി എനിക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടത്തിലൂടെ ആണ് കടന്നു പോകുന്നത്. അത് ഏത് ഘട്ടമാണാവോ ചേച്ചി? ഏത് ഘട്ടമാണാവോ? എന്റെ കല്യാണമാണ് വരുന്ന ഡിസംബറിൽ. ഓഹോ, കൺഗ്രാറ്റുലേഷൻസ് അശ്വതി. തീർച്ചയായും. ഓക്കെ. മണവാട്ടി ആകുന്ന സന്തോഷത്തിന്റെ കൂടെ കുറച്ച് ടെൻഷനും ഉണ്ട്. അതെന്തിനാ അശ്വതിക്ക് ടെൻഷൻ? നല്ല ക്ലൈമറ്റ് ആണ്, ഡിസംബർ ആണ്, നല്ല സമയത്ത്. അതാണ് നല്ല സമയത്ത് കല്യാണം തന്നെയാണ്. എഞ്ചിനീയറിംഗ് ഒക്കെ ഹോസ്റ്റലിൽ നിന്ന് ആയതുകൊണ്ട് കുക്കിംഗ് ഒക്കെ കഷ്ടമാണോ? അതാണോ ടെൻഷൻ? അതാണ് ടെൻഷൻ. എന്താ അറിയോ, കല്യാണം നടക്കാനും പോവാണ്, ഇനിയിപ്പോ കുക്കിങ്ങും അറിയില്ല എന്നുള്ളൊരു ചെറിയ ടെൻഷനാണ്. ഡിസംബറിലല്ലേ, ഇഷ്ടംപോലെ സമയമുണ്ട് ഇനി. അതെ, ഞാൻ ഇപ്പോൾ പൊന്നമ്മ ചേച്ചിയുടെ ട്രെയിനിങ്ങിലാണ്. അതാണ് പറഞ്ഞു വരുന്നത് ചേച്ചി. റെസിപ്പീസ് ട്രൈ ചെയ്യുമ്പോൾ അമ്മ ഹാപ്പി. അപ്പൊ അമ്മയുടെ ഒരു നമസ്കാരം ഉണ്ടോ? നമസ്കാരം ചേച്ചി. അമ്മയും ഹാപ്പി ആക്കി ചേച്ചി. അശ്വതിനെ മാത്രമല്ല, അമ്മയും ഹാപ്പി ആക്കി. പരീക്ഷിച്ച റെസിപ്പിയുമായി സെൽഫി എടുത്ത് അയക്കുമ്പോൾ വുഡ് ബിയും ഹാപ്പി. ശരി, ഞാൻ സെൽഫിയുടെ ആളാട്ടോ. വുഡ് ബിയും ഹാപ്പി ആൻഡ് ഇംപ്രസ്ഡ്. ഓക്കെ, ഞാൻ ഒരു കലക്കും. ലോട്ട്സ് ഓഫ് ലവ്, അശ്വതി വാര്യർ. അശ്വതി വാര്യരെ, ലോട്ട്സ് ഓഫ് ലവ് ടു യു ടു. വിഷ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ഇത്തിരി നേരത്തെ തന്നെ പറയാണ്. അപ്പോൾ ഈ ടീച്ചറിന്റെ ക്ലാസ്സസ് ഒക്കെ നല്ല ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ. കുറച്ച് നല്ല സെൽഫികളൊക്കെ എടുത്ത് നമുക്കും അയക്കും. നമ്മൾ അയച്ചു തന്നാൽ നമ്മളിവിടെ ഫ്ലവേഴ്സ് ചാനലിലൂടെ ഞങ്ങൾ പ്രേക്ഷകർക്കും കൂടി ഒന്ന് കാണിച്ചോട്ടെ ഈ അശ്വതി കുട്ടി ആരാണ്. വുഡ്ബിയുടെ ഫോട്ടോ കൂടെ അയക്കില്ലേ? എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാലോ നിങ്ങളെ. തീർച്ചയായും, നല്ല കാര്യമല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ ദ ഇമെയിൽ. അപ്പോൾ വീണ്ടും പറയുന്നു, പ്രേക്ഷകരെല്ലാവരും അയക്കുക ഇമെയിൽ മലബാർ മസാല @gmail.com. ഓക്കെ ചേച്ചി, പാട്ട് കുളിക്കാൻ പോണതിനെ പറ്റിയൊക്കെ പറഞ്ഞു. മൊത്തം പൂക്കളാണല്ലോ. സൂപ്പറായിട്ട് ചേച്ചി, സൂപ്പറായിട്ട്. നല്ല ഡ്രസ്സാണ്, അലക്കിയിട്ടുണ്ട്. ഞാൻ ഡിസൈൻ ചെയ്ത. വെറുതെ അല്ല, ചേച്ചി ഡിസൈൻ ചെയ്താണ്, അതും ഗ്യാരണ്ടി ഉള്ള ഡിസൈൻ. നന്ദിയുണ്ട് ചേച്ചി. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. രാജേഷ്, ട്രാഫിക് പോലീസുകാർ ഇട്ടിരിക്കുന്ന പോലെ ഒരു പച്ച കളറും പിന്നെന്തോ
തിളങ്ങുന്ന ഒരു മുന്നിൽ ഒരു എന്താ പറയുക ഒരു ഡിസൈനും ഇതെല്ലാം ഇരുട്ടത്ത് വരുമ്പോൾ കാണാൻ വേണ്ടിയാണ് തിളങ്ങുന്നൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഇതെന്ത് ഡ്രസ്സാണ് രാജേഷ് ഇത്? ഞാൻ നല്ല സ്റ്റൈലാണ്, ഭയങ്കര ലേറ്റസ്റ്റ് യുവ ഫാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് ചേച്ചി എന്നെ ട്രാഫിക് പോലീസ് എന്താ പറയുക ഫ്ലോറസെന്റ് ലൈറ്റ് ഇട്ട് നിൽക്കുന്ന മാതിരിയൊക്കെ ഉണ്ടെന്ന് പറയണ ഇരുട്ടത്ത്. പക്ഷെ ചേച്ചി, ട്രാഫിക് പോലീസുകാർ അങ്ങനെ ഇടാണ്ടിരുന്നാൽ എങ്ങനെയാണ് അവർ ജീവിക്കുക? നമ്മുടെ ഇന്നത്തെ പിള്ളേരൊക്കെ ഡ്രൈവ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയില്ലേ? കണ്ടില്ലെങ്കിൽ ഏത് വഴി കൂടെ ഓരോ ട്രാഫിക് പോലീസുകാരൻ ഓരോ വണ്ടിയുടെ മുകളിൽ കയറി ഇരിക്കേണ്ടി വരും. ബിക്കോസ് ഒക്കെ തട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവര് ശരിക്കും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ അത് നിയന്ത്രിക്കുന്ന ആരാണ്? യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ആൾക്കാർ, നിയന്ത്രണം വിട്ട വണ്ടികളിൽ നിയന്ത്രണം വിട്ട ആൾക്കാരെയാണ് അവർ നിയന്ത്രിക്കുന്നത്, അവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഏതായാലും അവരെ ഒന്ന് സഹായിക്കാം. പിന്നെ അതൊക്കെ പറയുമ്പോ അതൊക്കെ പോട്ടെ, ചേച്ചീനിയും അവര് ഫൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. 15 വയസ്സാവുള്ളല്ലേ കല്യാണം നടന്ന്. അത് തീരെ ലൈസൻസ് ഇല്ലാത്തൊരു കാലത്താണ് കല്യാണം നടന്നെന്ന് എനിക്ക് മനസ്സിലായി. വണ്ടി ഓട്ടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വണ്ടി എടുത്തിട്ട് ഇത്രയും കാലം ഓട്ടുന്നു. അപ്പൊ എന്താണ് വണ്ടി ഓടിച്ചിട്ടുള്ളൊരു ഗുണം തോന്നാല്? എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായി? ചേച്ചി എപ്പോഴും പറയേ ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയപ്പോൾ ഇങ്ങനെ പ്രശ്നമായി. വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കത്തില്ല ഈ ഡ്രസ്സ് എന്താണ്, ഇങ്ങനത്തെ ഡ്രസ്സ് എന്താണ് യൂസ് ചെയ്യുന്നത്? കൂടുതലും ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. ഡ്രൈവിങ്ങിൽ ഇത് വളരെ നമുക്ക് സാരി കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 8-9 വർഷമായി ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനൊരു കാരണമുണ്ട്. കാരണം 94 ഞാൻ ലൈസൻസ് എടുത്തായിരുന്നു. അല്ല, എന്നിട്ട് വണ്ടി ഓടിക്കില്ലായിരുന്നു. 2 വീലർ ഓടിക്കുമായിരുന്നു, അല്ലാതെ 4 വീലർ ഓടിക്കാറില്ലായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളൊരു വണ്ടി എടുത്തു, നമ്മൾ ഡ്രൈവറെ വെച്ചു. അപ്പം ഒരു 3-4 മാസമൊക്കെ കുഴപ്പമില്ലാതെ നമ്മളോടൊപ്പം നിന്നു. ഞാൻ പറയുന്ന ഡ്രൈവർമാരെല്ലാവരും അങ്ങനെയാണെന്നല്ല, എനിക്ക് കിട്ടിയ അനുഭവം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുള്ളി വന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോയി. ഞാൻ ഇവിടെ ഷെയറൈസിൽ. അപ്പോൾ സാധാരണ നമ്മൾ അഭിനയിക്കുന്ന പടത്തിൽ തിയേറ്ററിൽ കയറിയാൽ ഞാനൊക്കെ പടം തീരുന്നതിന് മുമ്പേയൊക്കെ ഇറങ്ങിപ്പോരും. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട, പെട്ടെന്ന് വന്ന് വണ്ടി കയറി പോകാമല്ലോ എന്ന് വിചാരിച്ച. അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഡ്രൈവറില്ല, വണ്ടി മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് വർഷം കഴിഞ്ഞ ആൾക്കാർ കംപ്ലീറ്റ് ഇറങ്ങിപ്പോയി. എന്നെ കാണരുതെന്ന് വിചാരിച്ചോ വർഷത്തിൽ ആൾക്കാർ കംപ്ലീറ്റ് എന്നെ കാണും. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? ടിക്കറ്റ് കിട്ടിയില്ലേ? എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലേ വണ്ടിയിൽ ആള് കണ്ടില്ല സുഹൃത്തുക്കളെ. നമ്മളൊന്ന് വിഷമിക്കുക, നമ്മളെ ഫാമിലി മൊത്തം ഉണ്ട്. ലാസ്റ്റ് അവസാനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ഷോടെ ആൾക്കാർ കംപ്ലീറ്റ് കയറി. ഈ വർഷയുടെ ഈ പറയുന്ന വണ്ടികൾ കംപ്ലീറ്റ് ഇറങ്ങി. എൻ്റെ വണ്ടി മാറ്റാൻ വന്നപ്പോൾ സെക്യൂരിറ്റി ഒന്ന് ചേർന്ന്, മേഡം ഈ വണ്ടി ഒന്ന് മാറ്റണമായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി കടന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം വണ്ടി കിട്ടാൻ കഴിഞ്ഞാൽ എൻ്റെ വണ്ടി എടുക്കാൻ പാടാ. അപ്പം എൻ്റെ വണ്ടി ഇറക്കി ആ വണ്ടി എടുത്ത് പിന്നെ സെക്കൻഡ് ഷോ കഴിയണം. എന്താ പറഞ്ഞു കഴിഞ്ഞില്ല, ഈ ഡ്രൈവർ ഓടി വന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഭയങ്കരമായിട്ട് ചൂടായി. ഞാൻ ബാബുച്ചനെ പറഞ്ഞു, ബാബുച്ചനെ വെറുതെ നമ്മളൊരു സീൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പുള്ളി ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാനപ്പോൾ വണ്ടിക്കകത്ത് ഇങ്ങനെ ഓർക്കുക, നമ്മൾ ഒരു ഡ്രൈവർക്ക് വേണ്ടി അത്രയോ സമയം ഞാൻ അവിടെ നിന്ന് കളഞ്ഞു. ലാസ്റ്റ് വീട്ടിൽ വന്ന് ആ ഡ്രൈവർ അങ്ങ് പറഞ്ഞു. അപ്പോൾ എനിക്ക് വാശിയായി. ഞാൻ പറഞ്ഞു, അത് ശരി, ഒരു ഡ്രൈവർ അത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ട്രാവൽസ് വിളിച്ചു വണ്ടി വരാൻ പറഞ്ഞു. അങ്ങനെ അംബാസഡർ വണ്ടി വന്നു. ഒരു 3 ദിവസം അതിൽ പ്രാക്ടീസ് ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നീട് മാരുതി വന്നു. മാരുതിയിൽ ഒരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഒന്നാമത് എൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴി ഇടുങ്ങിയ വഴിയാണ്. വണ്ടി കയറ്റിയിരുന്നാണെങ്കിലും ഭയങ്കര ഇടുങ്ങിയ വഴിയാണ് അന്ന് ഞാൻ താമസിച്ച സ്ഥലത്ത്. ഇന്ന് നല്ല എളുപ്പമുള്ള വഴിയില്ല. പക്ഷേ ഞാൻ അവിടെ നിന്നൊക്കെ പതുക്കെ വണ്ടി എടുത്ത് എൻ്റെ റോഡിൽ കൂടെയൊക്കെ കൊണ്ടുവന്ന് പതുക്കെ അതിലേക്ക് ഓടിച്ച് ലാസ്റ്റ് അവസാനം ഹൈവേ കയറി ഞാൻ മനസ്സിലങ്ങനെ ധൈര്യം വന്നു. ഇനി ആർക്കും വേണ്ടി നമുക്ക് കളയാൻ സമയമില്ല. ഒരു സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കത്തില്ല സമയം നമ്മുടെ ലൈഫിൽ. അപ്പം ഞാൻ അന്ന് വിചാരിച്ചു, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ആരെ ആശ്രയിക്കാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇന്ന് ഞാൻ ഓടിക്കുന്ന വണ്ടി ഇന്നോവ. കാരണം ഇന്നോവ പെണ്ണുങ്ങൾ സാധാരണ ഓടിക്കാറില്ല. അപ്പോൾ എൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, സാൻഡ്രോ അല്ല, മമ്മിക്ക് ലോങ് ഒക്കെ പോകാൻ ഇന്നോവ സൗകര്യം, മമ്മി തന്നെ പോയിട്ട് അവിടെ ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഇന്നോവ ഓടിച്ച് നോക്കിയിട്ടില്ല. മമ്മി ഇതിൽ ഡ്രൈവിംഗ് പഠിച്ചാണല്ലേ. മമ്മി ധൈര്യമായിട്ട് ഡയോട്ടെ പോയിട്ട് മമ്മി അവിടെ പോയി വണ്ടി ഇറക്കാൻ പറഞ്ഞു. അതും എൻ്റെ ഒരു പിറന്നാളിന് എൻ്റെ മോൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് ആ വണ്ടി എനിക്ക് പ്രസൻറ്റ് ചെയ്ത് ഞാൻ തന്നെ പോയിട്ട് ആ വണ്ടി അവിടെ നിന്ന് ഇറക്കി. അവർ പറഞ്ഞു അവിടെ നിന്ന് ആദ്യമായിട്ടൊരു ലേഡി വണ്ടി ഇറക്കുന്നത്. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. ആ ഡ്രൈവറോട് അന്ന് ദേഷ്യം തോന്നിയെങ്കിലും ഇന്ന് അയാൾക്ക് ഞാൻ താങ്ക്സ് പറയാം. അതുകൊണ്ടാണല്ലോ ഓട്ടിക്കാൻ തുടങ്ങിയത്. ഇന്നോവ വരെ എത്തി നിൽക്കും, ഫ്ലൈറ്റ് എടുക്കാൻ ചിലപ്പോൾ അന്ന് അങ്ങനെ സംഭവിച്ചില്ല. പുള്ളി ഇന്നും എൻ്റെ കൂടെ, ഞാൻ ഇപ്പോഴും ആശ്രയമായിട്ട് നടക്കേണ്ടി വന്നേനെ. രാജേഷിന് ചൊറിയും. ഞാൻ കുളിച്ചേച്ചി, അത് മനസ്സിലായി. ഇന്ന് രാജേഷിന് ചൊറിയും. മനക്കേലത്തത്തെ മരക്കുടത്തത്തെ ഹേ ഇന്നല്ലേ മംഗളാതിര രാത്രി.
അപ്പൊ എന്നെ ഇൻസ്പയർ ചെയ്യാൻ എന്താ ഡിഷ്? ഡിഷാ രാജേഷിന് ചൊറി. രാജേഷിന് ചൊറിയും. ഞാൻ കുളിച്ച് വെച്ച് അത് മനസ്സിലായി. പക്ഷെ ഇന്ന് രാജേഷിന് ചൊറിയും. അതെന്തിന്? അങ്ങനെ ഒരു സംഭവാ. വാ പറയാം, പ്രശ്നോട് പറയട്ടെ. ചേനയാണ് വെക്കുന്നത്. അതാണ് എനിക്ക് ചൊറിയെന്ന് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ എന്നെ ചൊറിയിപ്പിക്കാനാണെന്ന്. ഞാൻ ഈ ചേന ചൊറിയെന്ന് പറഞ്ഞെങ്കിലും കഴിക്കുമ്പോൾ ഒരിക്കലും ചൊറിയത്തില്ല. ഓക്കെ. നമ്മൾ ചേന ചെത്തുമ്പം അതെല്ലാം വീട്ടമ്മമാർക്കും അറിയാൻ പറ്റും. പറഞ്ഞാൽ ചിലപ്പോൾ പിള്ളേർക്കാർക്കും ചിലപ്പോൾ അറിയാൻ മേലാത്ത. നമുക്ക് ചേന ചെത്തുമ്പോൾ നന്നായിട്ട് കൈ ചൊറിയും. അത് ചെത്തി നമ്മൾ അരിഞ്ഞ് അത് അടുപ്പ് ചേന കൊണ്ട് തിളക്കുന്നിടം വരെ നമ്മുടെ കൈ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ആ ചൊറിയുന്ന കൈ ഇവിടെങ്ങാനും നമുക്ക് വല്ല കൊതുകും കടിച്ച് ഇവിടെങ്ങാനും നമ്മൾ പുരട്ടിയാൽ നമ്മളിവിടെ പിന്നെ എന്താ പറയുക ചൊറിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ചൊറിയും. ഓക്കെ. അപ്പോൾ ഈ ചേന തിളക്കുന്നിടം വരെ ഉള്ളൂ ഈ ചൊറിച്ചിൽ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചൊറിച്ചിലങ്ങ് തീർന്നു. ചേന മരിക്കുന്നത് തിളയ്ക്കുമ്പോഴാണ്. അതുവരെയുള്ള പ്രാക്കാണ് എൻ്റെ. അങ്ങനെയല്ലേ? എന്നെ വെട്ടി തുണ്ടമാക്കി ചൊറിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടേ ചേന ചൊറിയത്തൊന്നുമില്ല. ഇത് ചേന വേവിച്ച് വെച്ചിരിക്കുക, ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുക. എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇതൊരു നിസ്സാര കറിയാണ്. കാരണം ചേന എന്താ പറയാ, ഞാൻ കേട്ടിട്ടുണ്ട് ഷുഗറുകാർക്കില്ലേ, അവർക്ക് നല്ലതെന്ന് പറയും ചേന. അങ്ങനെയാണ് എൻ്റെ അറിവ്. തെറ്റുമെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. ചേന ഷുഗറുകാർക്ക് ശരിയല്ല എന്നൊരാൾ പറഞ്ഞാൽ തീർന്നില്ലേ? ഞാനൊരു ചേന ഒരു മെഴുക്ക് പുരട്ടി പോലെയാണ് വെക്കുന്നത്. അത് നമുക്ക് ഏറ്റവും നല്ലത് കഞ്ഞി. അപ്പം ഞാനതൊരു എളുപ്പത്തിൽ ചേനയൊക്കെ ഉള്ള ആൾക്കാർക്ക്, ചേന കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഉള്ള ആൾക്കാർ ഇതൊന്ന് വെച്ച് ഡിഷ് പറയണം. എന്നിട്ട് വെച്ചിട്ട് എന്നെയും രാജേഷിനെയും കാണുമ്പോൾ നിങ്ങൾ പറയണം. ഇനിയിപ്പോ ഇമെയിൽ വായിക്കണം. ഇമെയിൽ അത് നമുക്ക് പറയാം. നമുക്ക് അതിപ്പോ രാജേഷ് തുരുതുരാ പറയുന്നുണ്ടല്ലോ. ഐറ്റംസ് എന്തൊക്കെയാ വേണ്ടത്? പറയാം. ഇതുണ്ടാ ഇതുണ്ടല്ലോ, ഇത് ചേന വേവിച്ച് മഞ്ഞളില്ല കേട്ടോ, സോറി, മഞ്ഞൾ ഞാൻ ഇടാൻ പോകുന്നേ ഉള്ളൂ. മഞ്ഞളിട്ട് വേവിച്ചും വെക്കാം. ഞാൻ മഞ്ഞൾ ചേർത്ത്, കാരണം എന്തായാലും അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഒന്നെല്ലാം മൊത്തം താളിക്കണം. അപ്പോൾ എനിക്ക് താളിക്കുമ്പോഴുണ്ടല്ലോ ഈ മഞ്ഞളൊക്കെ ഒന്ന് അപ്പോൾ ഒന്നിട്ട് അതിൻ്റെ കൂടെ കളറൊക്കെ കാണണം. അതിന് വേണ്ടി ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഉപ്പും ചേനയും മാത്രമേ ഉള്ളൂ, വേവിച്ച് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, കടുക്, ഇടിച്ചു വെച്ച മുളക് കണ്ടാ, ഇവിടെ മഞ്ഞൾ പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, ഉപ്പുണ്ട്, ചുവന്ന മുളക്. ഒന്ന് കത്തിച്ചു. വെച്ചു, പാത്രം വെച്ചു. ഇനിയിപ്പോൾ എണ്ണ ഒഴിക്കാൻ പോകണം. ഒഴിച്ചു, കാരണം എണ്ണ വേണം. എന്നാൽ ഇത് ഉള്ളിയൊക്കെ മൂക്കാനുണ്ട്. നിൽക്കട്ടെ. ഇതിനൊരു ശകലം വെളിച്ചെണ്ണ കയറി നിന്നാലും കുഴപ്പമില്ല. കാരണം ചേനയൊക്കെ നന്നായിട്ടൊന്ന് പെരണ്ട് മസാലയൊക്കെ ചേർത്ത് വരുമ്പോൾ ഇച്ചിരി എണ്ണ, അത് എല്ലായ്പ്പോഴും പറയുന്ന പോലെ എരിവും പുളിയും മസാലയും വെളിച്ചെണ്ണയും ഒക്കെ ഓരോരുത്തരുടെ രോഗങ്ങൾക്കനുസരിച്ച് നോക്കി കണ്ടുമൊക്കെ ഉപയോഗിക്കുക. ഞാനൊരു വെക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ എണ്ണ വെളിച്ചെണ്ണ കൊളസ്ട്രോൾ കുറഞ്ഞ എണ്ണ വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. മാത്രമല്ല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ എണ്ണകളും ഉണ്ട്, കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളതും. അത് അവരുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം. വെജിറ്റബിൾ ഓയിൽസ് ഉണ്ട്, റിഫൈൻ, മറ്റേ സൺഫ്ലവർ എല്ലാം ഉണ്ടല്ലോ. പക്ഷേ മറ്റേ നമ്മൾ മുമ്പേ ഒരു ട്രാഫിക് പോലീസ് പറഞ്ഞപ്പോൾ ഈ പിള്ളേരുടെ ആക്സിഡന്റിനെ പറ്റി എന്തോ ഒന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞല്ല വലിയാന്നല്ല ചേച്ചി, നമ്മൾ അവിടെ നിന്ന് നേരെ ചേച്ചിയുടെ കാര്യത്തിലേക്ക് വന്നു. അപ്പൊ ഏതായാലും ഇത് പറയാനുള്ളത് വേറൊന്നുമല്ല, ട്രാഫിക് പോലീസുകാരെ മാത്രമല്ല, എനിക്ക് പിള്ളേരോടാണ് പറയാനുള്ളത്. ട്രാഫിക് പോലീസുകാരൊക്കെ അവരുടെ ജോലി ഭാവം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കും എന്താ പറയുക, മക്കളുണ്ട്, ചേച്ചിക്കും മക്കളുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വരണം. മക്കളെ, ഈ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ഓവർ സ്പീഡ്, അതൊക്കെ സിനിമയിൽ കാണാനൊക്കെ രസമാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ജീവിതത്തിൽ ആവശ്യമുള്ളത്ര സ്പീഡ് മതി, എത്തിയാൽ മതിയല്ലോ, സ്ഥലത്ത് എത്തണമല്ലോ. അപ്പോൾ സ്ഥലത്ത് എത്താൻ വേണ്ടിയുള്ള പാച്ചലിൽ അത് എത്താണ്ടിരിക്കുന്നതാണ് ബുദ്ധിമുട്ട്. പലരും മനസ്സിലാക്കാത്തത് ഈ ഭയങ്കര രസം 120 പോയി 140 പോയി എന്നൊക്കെ വീമ്പിളക്കുന്നത് കേൾക്കാം. ഇത് മറ്റു പലവരും അവർക്ക് വേണ്ടി ബ്രേക്ക് ചെയ്ത് കൊടുത്ത് മാറിപ്പോയിട്ടുമാണ് അവരെത്തുന്നത്. അവരുടെ കഴിവൊന്നും അല്ല. ഏറ്റവും കൂടുതൽ യൂത്തുകാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബൈക്കിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഞാൻ പേടിച്ചു വിടണമെന്നറിയോ, പിന്നെ നമ്മൾ വെട്ടിമാറ്റി വെച്ചിട്ടേ എൻ്റെ മക്കളെ വേണ്ട കേട്ടോ, അമ്മ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും സമാധാനമായിട്ട് ഇരുന്നോട്ടെ. അല്ല, അത്രയും നിങ്ങളെ വളർത്തി വളരെ പ്രതീക്ഷയോടെ നിങ്ങളെ വളർത്തി ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന അച്ഛനും അമ്മയും, അച്ഛനും അമ്മയ്ക്ക് നിരാശ, നിങ്ങളായിട്ടൊരു ആക്സിഡന്റ് ആയിട്ട് കിടന്നാൽ അച്ഛനും അമ്മ എന്തുമാത്രം കാശ് മുടക്കണം, പിന്നെ വേണ്ടേ? അപ്പം നിങ്ങൾ വിചാരിക്കണ്ടേ? അപ്പം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഓടിക്കുമ്പോൾ
സൂക്ഷിച്ചൊക്കെ ബാക്കി രാശി പറഞ്ഞു. അല്ല, എനിക്ക് ഇതന്നെ പറയാനുള്ളത്, മെയിനായിട്ട് പറയാനുള്ളത് ചേച്ചി, ഞാൻ ഈ പ്രത്യേകിച്ച് ഈ ബൈക്കിൽ പോകുമ്പോൾ പലപ്പോഴും എനിക്ക് ചിരി വരാറുണ്ട്. ഹെൽമെറ്റ് ഇടുന്ന എന്തിനറിയോ? പെറ്റി അടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. സ്ട്രാപ്പ് ഇടില്ല, ഒന്നും ഇടില്ല, അതിന്റെ തലയിൽ കിരീടം മരി. എന്തിനാണ് ഇതിപ്പോൾ? ആരോ ഒരു മനോഹരമായിട്ട്, ഞാൻ ഫേസ്ബുക്കിലോ വാട്സാപ്പിലൊന്നും എനിക്കൊരു മെസ്സേജ് വന്നു, വളരെ മനോഹരമായിരുന്നു. നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചാൽ ഭയങ്കര കവറായിന്, എന്താ പറയുക, വീണ കേടുവരാതിരിക്കാൻ, എൻ്റെ ഗ്ലാസ് പോവാതിരിക്കാനൊക്കെ ഭയങ്കര കെയർ. പക്ഷെ തലയിൽ ഹെൽമെറ്റ് വെക്കില്ല. അപ്പോൾ ആ വ്യക്തി, എനിക്ക് മെസ്സേജ് അയച്ച വ്യക്തി, ഈ ഒരു ഫോട്ടോ, മൊബൈലിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഹെൽമെറ്റിന് തലയും വെച്ചിട്ട് പറഞ്ഞത്, നിങ്ങളുടെ മൊബൈലാണോ നിങ്ങളുടെ സ്വന്തം തലയേക്കാൾ വില എന്ന് ചോദിച്ചു. എത്ര കറക്റ്റ് അയച്ചു. അതായത് മൊബൈലിന് കൊടുക്കുന്ന കെയർ പോലും സ്വന്തം തലയ്ക്ക് ആൾക്കാർ കൊടുക്കുന്നില്ല. അതായത് പോലീസിന് മുമ്പിൽ ഇപ്പോൾ ഹെൽമെറ്റ് വേണം, അത് സ്ട്രാപ്പ് ഇടൂല, ഒന്നുമില്ല, അത് ഒന്ന് തല ഇങ്ങനെ ചെറിയ സൈഡ്. ഞാനിങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇതായിപ്പോയി, ഇങ്ങനെ നിൽക്കുക. എൻ്റെ എണ്ണ ചൂടായി. പൊന്നു ചേച്ചിയുടെ കഥ കേട്ട് നിൽക്കാനാ, അത് കണ്ട. ഇന്നെങ്കിലും കറക്റ്റ് കടുവൊക്കെ ഇട്ടപ്പോഴങ്ങ് പൊട്ടി. അതെ, കറക്റ്റ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് പൊട്ടണോ വേണ്ടയോ? പൊട്ടണ കുറച്ച് താമസമോ. ആ, ഉള്ളി ഇടുന്നു. ഞാൻ ഉള്ളി ഇട്ടു. പച്ചമുളക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എല്ലാം ഇടുക. അല്ല ഇത്ര സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ എന്ന് ഞാൻ പറയത്തില്ല. സാധനത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റി കാണുമ്പോൾ നമുക്കറിയാമല്ലോ എന്തുമാത്രം സാധനം ഉപയോഗിക്കണം എന്നുള്ളത്. എനിക്ക് എല്ലാം വീട്ടിൽ കൈയളവാണ്. മുളക് പൊടി കൈ എടുക്കാൻ പറ്റത്തില്ല, ഞാൻ സ്പൂൺ തന്നെ. എന്നാൽ എനിക്കൊരു അളവുണ്ട് അതിന്. കറിവേപ്പില അത് മാത്രമല്ല, നമ്മൾ രണ്ടുപേരും ഇത്തിരി എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മൾ അളവൊക്കെ എരിവിൻ്റെ കാര്യത്തിലൊക്കെ ഇത്തിരി കൂടുതലാണ്. അതെ, നമ്മളിതിട്ടു. മുളക് ഞെട്ടോടെ 2 മുളകൊക്കെ അതിനകത്ത് ഇങ്ങനെ ഒരു കളറിൽ കിടക്കുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയാണ്. കണ്ടാ, ഇങ്ങനെ അങ്ങ് ഇട്ടു. നന്നായി വാടി വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് മുളക് പൊടിയൊന്നുമല്ല, നല്ല ഇടിച്ച ഇത് കണ്ടാ. ഈ മുളകാ ചേർക്കുന്നേ, അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഭയങ്കര രസമുള്ളതാണ്. പക്ഷെ ഭയങ്കര എരിവുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉപയോഗിക്കുക. അതുകൊണ്ടാണല്ലോ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെ. ഇതൊന്ന് നന്നായി ഒന്ന് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യുക. ഒരു മിനിറ്റ്, ഉള്ളിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മൂത്തൊക്കെ വന്നു. ഒരു സ്പൂൺ തന്നെ ഞാൻ ആ മഞ്ഞൾ പൊടി ഒന്ന് ഇരട്ടെ. എനിക്ക് ആ മഞ്ഞളൊന്നും ഇടാഞ്ഞിട്ടൊരു മനസ്സമാധാനം ഇല്ല. ഒരു കളറില്ലാഞ്ഞിട്ടേ. എന്താ ആ ഒന്നും കൂടി ഒരു ചന്ദം വെച്ചില്ലേ? ആ, ഇനിയപ്പോൾ നമ്മൾ ആ ലേശം ഞാൻ ഗരം മസാല ചേർക്കുന്നുണ്ട്. ലേശം ഗരം മസാല ഇല്ലാതെ വെക്കാം, പക്ഷെ ഞാൻ ലേശം ഒരു ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി വേണ്ട, ഒരു ലേശം ഒരു അര സ്പൂൺ പോലും ഇല്ല, ലേശം ഞാൻ ഇട്ടു. ഗരം മസാല ഇട്ടു. നമ്മൾ ഉദ്ദേശിച്ച സാധനം വന്ന് മുളക് എരിവാവാലോ. ഞാൻ 2.5-3 സ്പൂൺ ഇട്ടു. ഇത്രയും ചേനയുണ്ട്. അവനെ അങ്ങോട്ട് വേണ്ട, അവനെ എന്താ മുളകിലിട്ട് കുളിപ്പിക്കാം. എന്താ നീ ഇതുവരെ അങ്ങോട്ട് ഇട്ടേ. സന്തോഷമുണ്ട് ചേനയ്ക്ക്. ശബ്ദം കണ്ടില്ലേ? ചേന കണ്ടോ? കൈയടിക്കുന്ന പോലെയില്ലേ? നമുക്ക് ചേന സമയം എടുത്തു. മൂടെ എന്തി. ഓക്കെ ചേച്ചി, ശകലം അവിടെ ഉണ്ട്. കിട്ടിയാ ഞാനിങ്ങനെ വട്ടം കറങ്ങാം. പിടിക്കോ? ഓക്കെ. ചേന വെച്ച് ഇനി അത് പറ്റി നമ്മൾ അതങ്ങോട്ടൊന്ന് ആ വെള്ളമൊക്കെ പറ്റി ആ തോർത്തി കഴിയുമ്പോഴത്തേക്കും ചേന മെഴുക്ക് പുരട്ടി റെഡി. ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ ഞാൻ തരികയാണ്, നിങ്ങൾ എന്നെ ചിലപ്പോൾ ഞെട്ടിയേക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ലോകത്തിൽ ഇപ്പോൾ പല സ്ഥലത്ത് യുദ്ധവും പ്രശ്നങ്ങളും ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ മരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ആൾക്കാരാണ് ഇന്ത്യയിൽ ഒരു ദിവസത്തിൽ റോഡ് അപകടത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധമേഖലയിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ റോഡുകളിൽ റോഡ് അപകടം കാരണം നമ്മുടെ സ്വന്തം 90% അവരവരുടെ തെറ്റുകളാണ്. ഡ്രൈവിംഗ് ശരിയാവാതെ, റൂൾ ഫോളോ ചെയ്യാതെ, തലയിൽ ഹെൽമെറ്റ് ഇടാതെ, സീറ്റ് ബെൽറ്റ് ഇടാതെ, റോഡ് ലേന് ശരിക്കും കീപ്പ് ചെയ്യാതെ, ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളാണ് ചേച്ചി. അതായത് ഇവിടെ ആർക്കും റൂൾ ഫോളോ ചെയ്യാൻ ഇഷ്ടമല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സോൾജേഴ്സിന്റെ ഒരു ഇതുണ്ട്, ഞാൻ വായിച്ചതാണ്. യുദ്ധത്തിന് മുമ്പ് അവരൊക്കെ വിചാരിക്കത്ര എനിക്ക് വെടിയുണ്ട കൊള്ളില്ല, എന്താ പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. എന്റെ അടുത്തുള്ളവനെ ചിലപ്പോൾ കൊണ്ടേക്കാം. ഈ വിശ്വാസമാണ് എല്ലാ ഡ്രൈവേഴ്സിനും. ഞാൻ എത്രയോ ആൾക്കാരുടെ അടുത്ത് എന്തിനെങ്ങനെ ഓടിക്കുന്ന ചോദിക്കുമ്പോൾ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് 22 വർഷമായി, കയ്യിൽ നിൽക്കും. ഇത് എത്ര ആക്സിഡന്റ് എന്നുള്ള വാക്ക് തന്നെ, ആക്സിഡന്റ് അറിയാതെ സംഭവിക്കുന്നത്, പെട്ടെന്ന് സംഭവിക്കുന്നത്, വേണം പറഞ്ഞിട്ട് സംഭവിക്കുന്നതല്ല, അല്ലേ? പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. ഈ പറയുന്നത് എനിക്ക് സംഭവിക്കാം, പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ സൂക്ഷിക്കുക. അല്ലാതെ നമ്മൾ സൂക്ഷിച്ചാലും ചിലപ്പോൾ സംഭവിക്കും, പക്ഷെ നമ്മളുടെ കാരണം കൊണ്ട് അത് സംഭവിക്കരുതെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതെ,
അപ്പോൾ ഇത് നല്ല ചൂട് കഞ്ഞിയോടെ ഇത് ഉണ്ടാക്കി ചേച്ചി പറഞ്ഞു തന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും കഴിക്കുക. ഓക്കെ. മനക്കേലത്തേ മരക്കുടത്തേ ഹേ ഇന്നല്ലേ മംഗളാതിര രാത്രി. കുറെ സീരിയസ് കാര്യം പറഞ്ഞല്ലോ ചേച്ചി. കുറെ സീരിയസ് പാടിയില്ലേ? രാജേഷ് രണ്ടുപേരും പാട്ട് പഠിക്കേ. കുറച്ച് പഴയ പാട്ടാണ് രാസലീല എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പഴയ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ലിറിക്സ് തെറ്റിയാലും ക്ഷമിക്കണം. ഞാൻ മലയാളം അത്രയധികം പാടുന്ന മനക്കേലത്തേ മരക്കുടത്തേ ഹേ ഇന്നല്ലേ മംഗളാതിര രാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിന് ഗന്ധർവം കാറ്റി പോകണം പോൽ പോകണം പോൽ മനക്കേലത്തേ മരക്കുടത്തേ ഹേ ഇന്നല്ലേ മംഗളാതിര രാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിന് ഗന്ധർവം കാറ്റിൽ പോകണം പോൽ പോകണം പോൽ. എനിക്കാ തെറ്റിയേ. ഞാൻ സപ്പോർട്ട് ചെയ്തല്ലേ. താങ്ക് യു ചേച്ചി. നല്ല പാട്ടത്. റെഡിയായി രാജേഷേ. ആഹാ. ചേന മെഴുക്കുപുരട്ടി. ആവശ്യമായ ചേരുവകൾ: ഉപ്പ്, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, കടുക്, ഇടിച്ച വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പിട്ട് വേവിച്ച ചേന, വറ്റൽമുളക്, വെളിച്ചെണ്ണ. തയ്യാറാക്കുന്ന വിധം: പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, മഞ്ഞൾ, ഗരം മസാല ഇവ ചേർത്ത് വഴറ്റുക. വേവിച്ചു വെച്ചിരിക്കുന്ന ചേന വഴണ്ട മിശ്രിതത്തിലേക്ക് ഉടയാതെ ചേർത്തിളക്കുക. ഇത് വേറൊന്നും വേണ്ട. പ്ലേറ്റ് എടുത്ത് കുറച്ച് കഴിക്കാം. റെഡി വെച്ച്. അപ്പൊ അങ്ങനെ നമുക്ക് പോയി ഇരുന്ന് കഴിക്കാം. ഒരു ചേച്ചി. ടേസ്റ്റ് ചെയ്യൂ. യെസ്, ടെസ്റ്റ് ചെയ്യാം. ചേച്ചി പറഞ്ഞത് 100% ശരി. ഇതിൻ്റെ കൂടെ ചൂട് ആവി പറക്കണ ഇങ്ങനെ കഞ്ഞിയും ഈ നല്ല ഇടിച്ച മുളക് ഇല്ലേ അതുള്ള അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ എരിവും ഒക്കെ കൂടെ ആകുമ്പോൾ ഇതൊരു സിമ്പിൾ സാധനമാണ്. ഞാൻ ഇതിനെ എന്താ പറയുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഇത് വാതോരാതെ പറയുന്നില്ല. ടേസ്റ്റിനെ കുറിച്ചാണ് വാതോരാതെ പറയുന്നത് അല്ലേ? തീർച്ചയായും. നമ്മൾ ഈ ഷോയിൽ എപ്പോഴും പറയാറുണ്ട് ഡിഷ് സിമ്പിളായിരിക്കാം, പക്ഷേ ടേസ്റ്റ് വളരെ വലുതാണ്. അപ്പോൾ ഇത് നല്ല ചൂട് കഞ്ഞിയോടെ ഇത് ഉണ്ടാക്കി ചേച്ചി പറഞ്ഞു തന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും കഴിക്കുക. ഓക്കെ അല്ലേ ചേച്ചി? തീർച്ചയായും. അപ്പം ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോവാം. സാധാരണ ഞങ്ങളുടെയൊക്കെ കോട്ടയം ആ നാടുകളിലൊക്കെ ചേന പുഴുങ്ങി തിന്നും. ഓക്കെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ മലബാർ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഇത് ചേന നമ്മളുടെ ഡിസൈൻ കണക്കിന് ചെത്തും. ഓക്കെ. ചെത്തിട്ട് ഇവനെ അങ്ങ് പുഴുങ്ങും. പുഴുങ്ങിയിട്ട് ഒരു കൊട്ട വെക്കും. ആ കൊട്ടയ്ക്കകത്തോട്ട് ഇങ്ങനെ കൊണ്ടേ കമത്തിയിടും. എന്നിട്ട് അത് ആറി കഴിയുമ്പോൾ നല്ല പഞ്ഞി പോലുള്ള ചേനയാണ്. ഇത് കുറച്ച് വെള്ളം കയറിയ ചേനയാന്ന് തോന്നുന്നു. അത് ചേനയ്ക്ക് അങ്ങനെ ഇല്ല. നമ്മൾ പറിച്ചെടുക്കുന്ന ചേന അത് ചെത്തി കണ്ടിച്ച് അതിങ്ങനെ കൊട്ടയ്ക്കകത്ത് ഊറ്റി അങ്ങനെ വെച്ച് തണുത്ത് കഴിയുമ്പോൾ നല്ല കാന്താരി, ഉള്ളി, ഉപ്പ്, ഇഷ്ടം പുളി വേണ്ടവർക്ക് പുളി വെച്ച് അങ്ങ് അരച്ചെടുത്തിട്ട് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഈ ചേന അങ്ങോട്ട് മുക്കി ഞാനാ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ നാട് കോട്ടയം പറഞ്ഞ ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ ചേന പുഴുങ്ങി ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ ചേർത്തിമാരൊക്കെ പൊന്മുടി മലബാറൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവരിത് ചേന, കപ്പ, ചക്കപ്പുഴുക്ക്, ഇഡ്ഡലി, ദോശ, ഇന്നത്തെ എൻ്റെ മക്കൾക്കൊക്കെ ഇടിയപ്പം, ഇഡ്ഡലി, പുട്ട്, ചപ്പാത്തി ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. ഇങ്ങനെ വെച്ച ചേന തോരൻ നമുക്ക് ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ അത് എരിവില്ലാതെ നമുക്ക് ആ പച്ചമുളക് ഞാൻ മാത്രം ഇട്ടില്ലേ, ഈ ഉണക്കമുളക് ഇടാതെ ആ പച്ചമുളക് മാത്രം ഇട്ടും ഇത് വെറുതെ ചുമ്മാ എടുത്ത് നമുക്ക് 4 മണി പലഹാരമായിട്ട് നമുക്കിങ്ങനെ സ്നാക്ക് പോലെ കഴിക്കാം. യെസ്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഇത്രയും നല്ല ഇൻഫർമേഷൻ ചേച്ചി കൊടുത്തു. അപ്പോൾ ഞാൻ വല്ല ഇൻഫർമേഷൻ കൊടുക്കാം. തീർച്ചയായും. ഓക്കെ. ഇത് പറഞ്ഞിരിക്കുന്നത് ലൂസിയാനോ പവറോത്തി എന്ന് പറയുന്ന ആളാണ്. അത് ആരാണെന്ന് നിങ്ങൾക്ക് പലവർക്കും അറിയുന്നുണ്ടോ? വലിയൊരു സിംഗറാണ് ചേച്ചി. ഒപ്പേറ സിംഗർ. One of the nicest things about life is that we must regularly stop whatever it is we are doing and devote our attention to eating. അദ്ദേഹം പറയണത്
ജീവിതത്തിൻ്റെ അയാൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ, പല വട്ടുപിടിച്ച് അല്ലെങ്കിൽ പ്രാന്ത് പിടിച്ച് നടക്കുന്ന കാര്യം എന്തൊക്കെ നമ്മൾ ജോലിയായിട്ട് നടക്കണമെങ്കിലും ഇതൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തണമല്ലോ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യമെങ്കിലും. അത് വളരെ സന്തോഷമുള്ള കാര്യം, വളരെ സത്യമല്ലേ? നമുക്ക് ടെൻഷനും ജോലിയും മറ്റേതാ പറയുക, പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ കഴിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. ആ ടൈമിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്യും, നല്ല ഫുഡും നല്ല എന്താ പറയുക സ്മെല്ലും നല്ല ഇതൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ ഇത് എൻജോയ് ചെയ്യുമ്പോൾ വരും കഞ്ഞി കൂടി ഉണ്ടെങ്കിൽ ഉത്തമമായിരുന്നു. പക്ഷേ ഇന്ന് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇമെയിൽ അഡ്രസ്സ് ഞങ്ങൾ പറഞ്ഞു, വീണ്ടും പറയാം, malabarmasala@gmail.com. നിങ്ങൾക്ക് റെസിപ്പീസ് അയക്കാം. പൊന്നമ്മ ചേച്ചി ഇവിടെ കുക്ക് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ പേരുകൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറയുന്നതായിരിക്കും, നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കണം. പക്ഷെ ഒരു കാര്യം കൂടി, ഒരു സ്പെഷ്യൽ കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ പൊന്നമ്മ ബാബു ചേച്ചി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പീസ് വീട്ടിലിരുന്ന് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്നാപ്പ് സെൽഫി ആവാം, അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് സ്നാപ്പ് എടുപ്പിക്കാം. ആ ഒരു സ്നാപ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഡിഷസ് കുക്ക് ചെയ്യുന്ന സ്നാപ്സ് നിങ്ങൾ ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഷോയിൽ, മലബാർ മസാലയുടെ ഷോയിൽ ആ സ്നാപ്സ് എല്ലാം ഞങ്ങൾ ഷുവറായിട്ടും കാണിച്ചിരിക്കും. സോ നിങ്ങളുടെ ഇമെയിൽസ്, നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങൾ കുക്ക് ചെയ്യുന്ന വണ്ടർഫുൾ ഇമേജസിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. സോ അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ, ദിസ് ഇസ് പൊന്നമ്മ ബാബു ചേച്ചി ആൻഡ് രാജേഷ് അബ്ബാർ സൈനിങ് ഓഫ്.